ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർഡുകളിലൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ വോട്ടുകളാണല്ലോ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ അർഹതപ്പെട്ട അല്ല, SIR-ന്റെ പരിഷ്കരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബാധിക്കുമല്ലോ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. ഇതുവരെ വന്ന വിവരം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പട്ടിക നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പട്ടികയുടെ അവസാന രൂപം 14-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ SIR നിലപാടുമായി ബന്ധപ്പെട്ട് ഉള്ള പട്ടികയല്ല ഇതിനകത്ത് വരുന്നത്. SIR-നോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം 2002 SIR പറയുന്നത് 2002 അടിസ്ഥാന വർഷമായിട്ടെടുത്ത് അതിന് ശേഷം വന്നവരെല്ലാം വോട്ടർമാർ പുതുതായി ചേരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിപ്പില്ല, കേരളത്തിന് പൊതുവേ യോജിപ്പില്ല. ഈ കാര്യത്തിൽ ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ലെ പാർട്ടികളും പരസ്പരം യോജിച്ച നിലപാട്. കേരളം സർവകക്ഷി BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഇവിടെ SIR നടപ്പിലാക്കുന്ന രീതിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വോട്ടർ പട്ടിക പരിഷ്കരണം വേണ്ട എന്നുള്ളതല്ല. ഇവിടെ 2024 അവസാന പട്ടിക അംഗീകരിച്ചത്. അതിനെ അടിസ്ഥാന വർഷമായിട്ട് എടുക്കാം. അതിൽ ആരെങ്കിലും അനർഹർ കടന്നുപോയിട്ടുണ്ടെങ്കിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അർഹരായ ആളുകൾ ഈ പട്ടികയിൽ പെട്ടിട്ടില്ലെങ്കിൽ അവർ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു പരിഷ്കരണം നടത്തുന്നതിന് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിരല്ല. എന്നാൽ ബീഹാർ മോഡലിൽ ഇവിടെ അർഹരായ വോട്ടർമാരെ മതാടിസ്ഥാനത്തിൽ നിർണയിച്ച് നിഷേധിക്കുന്ന നിലപാടിലേക്ക് അവരെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ബീഹാറിലെ പരിഷ്കരണത്തിന് അനുഭവം. ആ മോഡൽ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഇപ്പോൾ തന്നെ അവർ എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചപ്പോൾ എന്യൂമറേഷൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ വോട്ടർമാരിലുണ്ടാകുന്ന സംശയങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇലക്ഷൻ കമ്മീഷൻ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കൂട്ടായ നിലപാടാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനമനുസരിച്ച് ഈ പ്രശ്നത്തിൽ കോടതിയെ സമീപിക്കാനും കേരളത്തിൽ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്.